ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. നമ്മൾ ഇന്ന് ഡേ 20 ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാനുവരി മാസത്തിലെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സും കൂടിയാണ്. അപ്പോൾ നമ്മുടെ 20 ഡേയ്സിൻ്റെ ചാലഞ്ചായിരുന്നു. ഇന്ന് 20th ഡേ ആണ്. അപ്പോൾ വൈകുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഇൻ്റർനെറ്റ് പൗരാവകാശമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇൻ്റർനെറ്റ് പൗരാവകാശമാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അടുത്ത് നോക്കാം. നീതിയുടെ ധീരസഞ്ചാരം ആരുടെ ആത്മകഥയാണ്? നീതിയുടെ ധീരസഞ്ചാരം ആരുടെ ആത്മകഥയാണ്? ഫാത്തിമ ബീവി കേട്ടോ. ഫാത്തിമ ബീവിയുടെ ആത്മകഥയാണ് നീതിയുടെ ധീരസഞ്ചാരം. നെക്സ്റ്റ് നോക്കാം. മലിനജലം പുനരുപയോഗിക്കാൻ H2O പ്ലാന്റ് ആരംഭിച്ച നഗരസഭ ഏതാണ്? മലപ്പുറം നഗരസഭ. മലിനജലം പുനരുപയോഗിക്കാൻ H2O പ്ലാന്റ് ആരംഭിച്ച നഗരസഭ ഏതാണ്? മലപ്പുറം നഗരസഭ. കാഴ്ച പരിമിതർക്ക് നോട്ട് തിരിച്ചറിയാൻ RBI ഇറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? മണി ആപ്പ്. കാഴ്ച പരിമിതർക്ക് നോട്ട് തിരിച്ചറിയാൻ RBI ഇറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? മണി ആപ്പാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ, A എയ്ഡഡ്, N നോട്ട്, I ഐഡൻറ്റിഫയർ. അന്തരീക്ഷത്തിലെ ഈർപ്പം ഉപയോഗിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്ന റെയിൽവേയുടെ പദ്ധതി ഏതാണ്? മേഘദൂത്. ഓക്കെ, അന്തരീക്ഷത്തിലെ ഈർപ്പം ഉപയോഗിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്ന റെയിൽവേയുടെ പദ്ധതി ഏതാണ്? മേഘദൂത്. നെക്സ്റ്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഡ്രൈവർ ഇല്ലാത്ത ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈന. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഡ്രൈവർ ഇല്ലാത്ത ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം ചൈനയാണ്. ക്ഷയരോഗികളിൽ പ്രമേഹം പ്രതിരോധിക്കാൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? പെൻഡ്രൈവ്. ഓക്കെ, ക്ഷയരോഗികളിൽ പ്രമേഹം പ്രതിരോധിക്കാൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? പെൻഡ്രൈവ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ ജനമൈത്രി പോലീസ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കവചം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ ജനമൈത്രി പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കവചം. നെക്സ്റ്റ് വൺ നോക്കാം. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് തൂത്തുകുടി. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് തൂത്തുകുടിയിലാണ്. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ഗോദവർ തുറമുഖം. ഓക്കെ, ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ഏതാണ്? ഗോദവർ തുറമുഖം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേന മേധാവി ജനറൽ ആരാണ്? മനോജ് മുകുന്ദ് നരവന. ഓക്കെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേന മേധാവി ജനറൽ ആരാണ്? മനോജ് മുകുന്ദ് നരവന. ഇന്ത്യൻ നേവി ചാരസംബന്ധമായ പ്രവർത്തനത്തിനെതിരെ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഡോൾഫിൻസ് നോസ്. ഓക്കെ, ഇന്ത്യൻ നേവി ചാരസംബന്ധമായ പ്രവർത്തനത്തിനെതിരെ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഡോൾഫിൻസ് നോസ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആവാസ് ആണ്. നെക്സ്റ്റ് നോക്കാം. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം KJ ദിലീപിനാണ് കിട്ടിയിട്ടുള്ളത്. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം KJ ദിലീപിനാണ് കിട്ടിയത്. പെൻഷൻകാരുടെയും സർക്കാർ ജീവനക്കാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. പെൻഷൻകാരുടെയും സർക്കാർ ജീവനക്കാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? ജീവനി. ഓക്കെ, വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? ജീവനിയാണ് കേട്ടോ. നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്നുള്ളതാണ് മുദ്രാവാക്യം. നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം, അതാണ് മുദ്രാവാക്യം. അടുത്ത് നോക്കാം. സിനിമാ മേഖലയിലെ വിവേചനങ്ങൾ പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഹേമ കമ്മീഷൻ. ഓക്കെ, സിനിമാ മേഖലയിലെ വിവേചനങ്ങൾ പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഹേമ കമ്മീഷൻ. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ചത് ഡൽഹി ഇലക്ഷനിലാണ്. ഓക്കെ, QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ചത് ഡൽഹി ഇലക്ഷൻ. കേരളത്തിൽ സമ്പൂർണ്ണ നികുതി സഹകരണ ജില്ല ആകുന്നത് എറണാകുളമാണ് കേട്ടോ. കേരളത്തിൽ സമ്പൂർണ്ണ നികുതി സഹകരണ ജില്ല ആകുന്നത് എറണാകുളം. മൂന്നാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2020 വേദി എവിടെയാണ്? ഗുവാഹത്തി. മൂന്നാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2020 വേദി എവിടെയാണ്? ഗുവാഹത്തി. 2020 ജാനുവരിയിൽ അന്തരിച്ച കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണർ ആയിരുന്ന വ്യക്തിയാരാണ്? TN ചതുർവേദി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ജാനുവരിയിൽ അന്തരിച്ച കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണർ ആയിരുന്ന വ്യക്തിയാരാണ്? TN ചതുർവേദി.
നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോളേജ് ഹബ്ബ് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോളേജ് ഹബ്ബ് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് നോക്കാം. മരടിലെ ഫ്ലാറ്റുകൾ പൊളിക്കണമെന്ന വിധി പുറപ്പെടുവിപ്പിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ആരൊക്കെയാണ്? ജസ്റ്റിസ് അരുൺ മിശ്ര, അതേപോലെ തന്നെ ജസ്റ്റിസ് എസ് രവീന്ദ്ര ഭട്ട്. ഓക്കെ, മരടിലെ ഫ്ലാറ്റുകൾ പൊളിക്കണമെന്ന് വിധി പുറപ്പെടുവിപ്പിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ആരൊക്കെയാണ്? ജസ്റ്റിസ് അരുൺ മിശ്രയും ജസ്റ്റിസ് എസ് രവീന്ദ്ര ഭട്ടും. മരട് ഫ്ലാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെ പറ്റി പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ ഹെഡ് ആരാണ്? ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായരാണ്. 3 പേരുള്ള ഒരു പാനലാണ്. അതിനെ ഹെഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. അതിൻ്റെ ഒപ്പം തന്നെ ജോസ് സിറിയക്കയും ആർ മുരുകേഷനും ഉണ്ടായിരുന്നു. 23ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2020 വേദി എവിടെയാണ്? ലക്നൗ ആണ് കേട്ടോ. 23ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2020 വേദി എവിടെയാണ്? ലക്നൗ. അടുത്ത് നോക്കാം. ഹഡ്കോയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? എം നാഗരാജ്. ഹഡ്കോയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? എം നാഗരാജ്. 23ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2020 വേദി എവിടെയാണ്? ലക്നൗ. നെക്സ്റ്റ് നോക്കാം. സയൻസ് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2020 വേദി എവിടെയാണ്? ഗോവയിലാണ്. സയൻസ് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2020 വേദി എവിടെയാണ്? ഗോവയിലാണ് കേട്ടോ. അടുത്ത് നോക്കാം. 2019 100ാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ കൃതി ഏതാണ്? പ്രരോദനമാണ്. ഓക്കെ, 2019 100ാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ കൃതി ഏതാണ്? പ്രരോദനം. ISROയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജിയണൽ അക്കാഡമി സെൻറ്റർ ഫോർ സ്പേസ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ISROയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജിയണൽ അക്കാഡമി സെൻറ്റർ ഫോർ സ്പേസ് നിലവിൽ വന്ന സംസ്ഥാനം കർണാടകയാണ്. ചെസ്സിൽ തുടർച്ചയായി 111 മത്സരങ്ങൾ വിജയിച്ച് റെക്കോർഡ് നേടിയ താരമാരാണ്? മാഗ്നസ് കാൾസൺ കേട്ടോ. ആരാണ്? മാഗ്നസ് കാൾസൺ, നോർവേക്കാരനാണ്. ചെസ്സിൽ തുടർച്ചയായി 111 മത്സരങ്ങൾ വിജയിച്ച് റെക്കോർഡ് നേടിയ താരമാണ് മാഗ്നസ് കാൾസൺ, നോർവേക്കാരൻ. വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നോവേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നോവേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ദി കുക്കൂസ് നെസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? എ സേതുമാധവനാണ് കേട്ടോ. ദി കുക്കൂസ് നെസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? എ സേതുമാധവൻ. അടുത്ത് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. സ്പെയിനിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പെഡ്രോ സാൻചസ്. ഓക്കെ, സ്പെയിനിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പെഡ്രോ സാൻചസ്. അടുത്ത് നോക്കാം. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്, അതായത് CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്, അതിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? ജോൺ ജോസഫാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ജോൺ ജോസഫാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ജാനുവരി മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 20 ഡേയ്സ് ചാലഞ്ച് ആയിരുന്നു ഇന്നും കൊണ്ട്. 20 ഡേയ്സ് നമ്മൾ തികച്ചു. 20 ഡേയ്സിലെ കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ജാനുവരി തൊട്ട് നവംബർ മാസം വരെയുള്ള എല്ലാ മാസങ്ങളിലെയും കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നവംബറിലെയും ഡിസംബറിലെയും കറണ്ട് അഫയേഴ്സ് ഓരോ മാസം കഴിയുമ്പോൾ അതും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.